എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്ക് തയ്യാറാക്കാം, ആ കുപ്പിയൊക്കെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. ഫോർമുല മിൽക്ക് തയ്യാറാക്കാൻ കുപ്പിയുടെ പാൽക്കുപ്പി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പനി നോക്കി, ബ്രാൻഡഡ് കമ്പനി നോക്കിയോ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ നമ്മൾ കുപ്പികൾ തിരഞ്ഞെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവ കുപ്പി തിളപ്പിച്ച ശേഷമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഓരോ പ്രാവശ്യവും കുഞ്ഞ് കുടിച്ചു കഴിയുമ്പോൾ ഓരോ പ്രാവശ്യമോ ഒന്നിടവിട്ട സമയങ്ങളിലോ നമ്മൾ ആ കുപ്പി നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ട് നിപ്പിളിൻ്റെ ഭാഗമൊക്കെ ശരിക്കും വെള്ളത്തിൽ മുങ്ങി താഴ്ന്നിരിക്കത്തക്ക വണ്ണം നല്ലപോലെ കുപ്പി വൃത്തിയായി കഴുകണം. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിപ്പിളിൻ്റെ ഭാഗത്തൊക്കെയാണ് ബാക്ടീരിയകൾ, രോഗാണുക്കളൊക്കെ വന്നിരിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞ അറിവാണ് കേട്ടോ ഇതെല്ലാം. ഞാനൊരു ഡോക്ടറോ നഴ്സോ ഒന്നുമല്ല, ഇതെല്ലാം ഡോക്ടർ എന്നോട് പറഞ്ഞ അറിവുകളാണ് ഇതെല്ലാം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഓരോ പ്രാവശ്യം ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കും ഡോക്ടറോട്. ആ ഡോക്ടർ പറഞ്ഞു തരുന്ന അറിവാണ്. മാക്സിമം ഡോക്ടർമാർ ഒരിക്കലും പറയില്ല കുഞ്ഞുങ്ങൾക്ക് കുപ്പിയിൽ പാൽ കൊടുക്കാൻ. അവർ ഗോകർണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുടിക്കുന്ന ഒരു സംഭവമുണ്ട്. വീട്ടിൽ പ്രായമായ അമ്മമാരോട് ചോദിച്ചറിയാം, ഗോകർണം എന്നാണ് അതിന് പറയുന്നത്. അതിനകത്ത് പാൽ കൊടുക്കാനാണ് മിക്ക ഡോക്ടർമാരും സജസ്റ്റ് ചെയ്യുള്ളൂ. ഒരു ഡോക്ടർമാരും പാൽക്കുപ്പി സജസ്റ്റ് ചെയ്യില്ല. നമ്മുടെ സൗകര്യത്തിലാണ് നമ്മൾ പാൽക്കുപ്പി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പാൽക്കുപ്പി പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രാൻഡഡ് തിരഞ്ഞെടുക്കണം. അതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് കഴുകണം. ഒരു കുപ്പി മാത്രം പോരാ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ കുപ്പിയെങ്കിലും കുറഞ്ഞത് വേണം. വെച്ചാൽ നമ്മൾ യാത്ര പോകുമ്പോഴോ അതുപോലെ ഫോർമുല മിൽക്ക് കലക്കുമ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ പോകുന്ന വഴി കുഞ്ഞിനെ വേണമല്ലോ എന്ന് കരുതി കലക്കിക്കൊണ്ട് പോകരുത്. അത് ഏകദേശം ഒരു അരമണിക്കൂർ 15 മിനിറ്റ്, മാക്സിമം 15-20 മിനിറ്റ്, അതിൽ കൂടുതൽ ഒരിക്കലും വെക്കുകയോ ചെയ്യരുത്. അതിനൊരു ബാഡ് സ്മെല്ലും നമുക്കായാലും പാല് ഇന്ന് തിളപ്പിച്ച് നാളെ രാവിലെ നമ്മളോട് കുടിക്കുന്നു പറഞ്ഞാൽ പാലിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ നമുക്ക് പിടിക്കുമോ ഇല്ല. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും. അതുകൊണ്ട് ഒരു മാക്സിമം 15-20 മിനിറ്റ്, അതിൽ കൂടുതൽ ഒരിക്കലും പോകരുത്. അതുപോലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ കലക്കരുത്. ഒരിളം ചൂട് നമ്മുടെ കുഞ്ഞു വിരലിൽ നല്ല വൃത്തിയുള്ള കുഞ്ഞു വിരലിൽ ജസ്റ്റ് ഒന്ന് മുക്കി നോക്കുക, ഡിപ്പ് ചെയ്ത് നോക്കുക. ഒരു കുഞ്ഞിന് കുടിക്കാൻ പറ്റുന്ന ചൂട്, വലിയ ചൂടും ഓവർ ചൂടും ഒന്നും പാടില്ല. തിളപ്പിച്ച ആറ്റിയ വെള്ളത്തിലല്ല, തീരെ തണുത്ത വെള്ളത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കൊടുക്കരുത്. അത് ഒരു അരുചിയായിരിക്കും ആ പാലിന്. മാക്സിമം അതും ശ്രദ്ധിക്കുക. അതുപോലെ കുപ്പിയാണ് ഏറ്റവും പറയാനുള്ളത്. തിളച്ച വെള്ളത്തിൽ ഉറപ്പായിട്ട് നമ്മൾ നിപ്പിളും കുപ്പിയും കഴുകിയിരിക്കണം. അതുപോലെ നല്ല തുടച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്തൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ്. നല്ല വെയിലുള്ള സമയങ്ങളിൽ വെയിലത്ത് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ പാൽപ്പൊടി തുറന്നു കഴിഞ്ഞ് ഒരിക്കലും ഫോർമുല മിൽക്ക് ഒരിക്കലും തുറന്നു വെക്കുകയോ കാറ്റ് കയറാനോ ഒന്നും അനുവദിക്കരുത്. പൂപ്പൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി കുഞ്ഞുങ്ങളാണ്, അവർക്ക് പൂപ്പലോ അണുബാധ ഒന്നും വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. 3 മാസം 6 മാസം 3 മാസം തീരെ പൊടിക്കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഒന്നും അറിയത്തില്ല. അമ്മ ആരാന്ന് പോലും തിരിച്ചറിയുന്ന പ്രായം പോലും ആയിട്ടില്ല. മാക്സിമം നിങ്ങൾ ശരിക്കും നല്ലപോലെ കൈയൊക്കെ വൃത്തിയുള്ള കൈയൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലൊരു വൃത്തിയുള്ളൊരു തുണിയിലൊന്ന് തുടയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഫോർമുല മിൽക്ക് കലക്കാനായിട്ട്. എന്തെങ്കിലും ഫോർമുല മിൽക്കിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനിപ്പോൾ 2 വയസ്സാവാറായി. ഞാനും ഫോർമുല മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഫോർമുല മിൽക്ക് ആണല്ലോ എന്ന് കരുതി നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ഒരിക്കലും ചെയ്യാതിരിക്കരുത്. മാക്സിമം ബ്രസ്റ്റ് ഫീഡും വേണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മദേഴ്സ് മിൽക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യാതൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഫോർമുല മിൽക്ക് വാങ്ങാനോ കുഞ്ഞിന് കൊടുക്കാനും നിൽക്കാവുള്ളൂ. മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കണം. ബ്രസ്റ്റ് മിൽക്കാണ് കുഞ്ഞുങ്ങൾക്ക് തലച്ചോറിനും അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും അവരുടെ എല്ലാ പോഷകങ്ങളും രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെ ഒരൗഷധം തന്നെയാണ് ബ്രസ്റ്റ് മിൽക്ക്. അത് കൊടുക്കാതിരിക്കരുത്. കുഞ്ഞുങ്ങളെ മാക്സിമം കുടിപ്പിച്ചാലേ പാലുണ്ടാകൂ. അതുപോലെ ടെൻഷൻ അടിക്കുകയോ അതുപോലെ ദേഷ്യപ്പെടുകയോ ഇതെല്ലാം ചിന്തകളെല്ലാം നമ്മുടെ കുഞ്ഞ്. അത് മാത്രമേ നമുക്കൊരു 3-5-6 മാസത്തേക്കെങ്കിലും നമുക്ക് കുഞ്ഞാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മാക്സിമം കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കുക. 2 പ്രാവശ്യം ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 2 പ്രാവശ്യവും കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിച്ച് അവന് ഒട്ടും കിട്ടുന്നില്ല എന്ന് നമുക്ക് അത്രയും ബോധ്യമായി മാത്രമേ നമ്മൾ ഫോർമുല മിൽക്ക് കലക്കാൻ നിൽക്കാവുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് മെസ്സേജ് ഇട്ട് ചോദിക്കണേ, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരും.